தேவிகுளம் சட்டமன்ற தொகுதியில் நிலைநிற்கும் காட்டியானைகளின் பிரச்சினைக்கு தீர்வு காண அரசு நடவடிக்கை எடுக்க வேண்டும் என்று இடுக்கி எம்பி டீன் குரியாக்கோஸ் கேட்டுக்கொண்டுள்ளார். மூணாறில் காட்டியானையின் தாக்குதலில் காயமடைந்த நபர்களுக்கு சிகிச்சை செலவும் அரசு ஏற்றெடுக்க வேண்டும். வனவிலங்கு தாக்குதலை குறித்து ஆலோசனை செய்வதற்கு மூணாறில் வனத்துறை அமைச்சரின் தலைமையில் நடத்த தீர்மானித்த கூட்டம் எதற்காக மாற்றி வைத்தார்கள் என்று இதுவரை தெரியவில்லை என்றும் எம்பி விமர்சனம் தெரிவித்துள்ளார். ഒരു ഇടവേളയ്ക്ക് ശേഷം ദേവികുളം നിയോജക മണ്ഡലത്തിൽ മൂന്നാർ മുതൽ കന്തല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിലെല്ലാം ശക്തമായ നിലയിലുള്ള കാട്ടാന ആക്രമണം ഒരു തുടർക്കഥയായി മാറുകയാണ്. ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ന്യായമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ചവിട്ടേറ്റ് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 ആളുകളെയും സന്ദർശിക്കാൻ സാധിച്ചു. കാന്തല്ലൂർ പഞ്ചായത്തിലുള്ള തോമസ് ഏട്ടൻ, മൂന്നാർ പഞ്ചായത്തിൽ നിന്നുമുള്ള പഞ്ചായത്തിന്റെ സ്വീപ്പർ തൊഴിലാളി കൂടിയായിട്ടുള്ള അളകമ്മ, ഇവർ 2 പേരെയും കഴിഞ്ഞ ദിവസം രാജഗിരി ആശുപത്രിയിൽ നേരിട്ട് സന്ദർശിച്ചു. 2 പേർക്കും മാരകമായിട്ടുള്ള പരിക്കാണ് ഏറ്റിട്ടുള്ളത്. തലനാരിഴയ്ക്കാണ് 2 പേരും രക്ഷപ്പെട്ടത്. ആയുഷിന്റെ ബലം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന 2 ആളുകളെയാണ് കാണാൻ കഴിഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ സ്ഥിതി മറിച്ചാവുകയാണ്. ഇവിടെ അവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കണം. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട് നാമമാത്രമായ തുക മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയായി സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. നിലവിൽ DFO തലത്തിൽ 1 ലക്ഷം രൂപ ആണ് കാട്ടാനയുടെയും മറ്റ് മൃഗങ്ങളുടെയും ഒക്കെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് നൽകുന്നത്. ഇപ്പോൾ തന്നെ തോമസ് ഏട്ടനും അളകമ്മയ്ക്കും നല്ല ഒരു തുക രാജഗിരി ആശുപത്രി, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വേണ്ട വിധത്തിലുള്ള ഒരു കോർഡിനേഷൻ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഗൗരവപൂർണമായ ഒരു ഇടപെടൽ നടത്തി ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ തുകയും സർക്കാരിൽ നിന്ന് തന്നെ വകയിരുത്തേണ്ടത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വനംവകുപ്പ് മന്ത്രിക്കും ഞാൻ MP എന്നുള്ള നിലയിൽ കത്തയച്ചു.